പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഉപകരണങ്ങളോടെ ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ കാണാം. ജീവിക്കുന്നവനായ ദൈവം അൽത്താരയിൽ എഴുന്നള്ളിയിരുന്ന് തൻ്റെ സ്നേഹത്തിൽ, സ്നേഹവലയത്തിൽ നമ്മെ ചേർത്ത് നിർത്തുന്ന നിമിഷമാണ്. ഇതാ തൻ്റെ സ്നേഹത്തിൻ്റെ ആ തലോടലും സ്നേഹത്തിൻ്റെ സ്പർശനവും നൽകി നമ്മെ സുഖപ്പെടുത്തുന്ന, വിശുദ്ധീകരിക്കുന്ന, വീണ്ടെടുക്കുന്ന നിമിഷങ്ങൾ. കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് നമ്മുടെ ജീവിതം, നമ്മുടെ സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ, ആകുലതകൾ, ആശങ്കകൾ, അസ്വസ്ഥതകൾ എല്ലാം ഇറക്കി വെച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നവർ എഴുന്നേറ്റ് നിൽക്കാം. സ്വസ്ഥാനങ്ങളിരുന്നോ മുട്ടുകുത്തിയൊക്കെ ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ, നിങ്ങളുടെ ശാരീരികമായ അവസ്ഥ അനുവദിക്കുന്നത് പോലെ ഈ നിമിഷങ്ങളിൽ ഈശോയോട് ചേർന്നിരിക്കാൻ പരിശ്രമിച്ച് പ്രാർത്ഥിക്കട്ടെ. സങ്കീർത്തനം 147 11-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്: തന്നെ ഭയപ്പെടുകയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിലാണ് കർത്താവ് പ്രസാദിക്കുന്നത്. ആരിലാണ് കർത്താവ് പ്രസാദിക്കുന്നതെന്ന് ചോദിച്ചാൽ വചനം പറയാണ്, ദൈവത്തെ ഭയപ്പെടുന്നവനിൽ, മറ്റു വാക്കി പറഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കുന്നവനിൽ. അടുത്ത കൂട്ടിച്ചേർക്കുന്നത് തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിലാണ് കർത്താവ് പ്രസാദിക്കുന്നത്. ഈശോയെ, അൽത്താരയ്ക്ക് മുമ്പിൽ നിന്റെ കാരുണ്യത്തിനും നിന്റെ സ്നേഹത്തിനും വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുന്ന മക്കളാണ്. നിന്റെ സ്നേഹത്തിലും നിന്റെ കാരുണ്യത്തിലും പ്രത്യാശ അർപ്പിക്കുന്നവരിലാണ് നീ പ്രസാദിക്കുന്നതെന്ന് വചനത്തിലൂടെ നീ പറഞ്ഞില്ലേ? ഈശോയെ, ഇതാ നീ ഞങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ആ സ്നേഹത്തിൽ നീ അനുവദിക്കുന്നതൊക്കെ ഞങ്ങളുടെ നന്മയ്ക്കാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, നീ ഞങ്ങളോട് കരുണ കാണിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, പ്രത്യാശിക്കുന്നു. ആ കാരുണ്യം ഞങ്ങളെ വീണ്ടെടുക്കുന്ന, സ്വന്തമാക്കുന്ന, വിശുദ്ധീകരിക്കുന്ന പറ്റാത്ത കരുണയാണെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഇങ്ങനെയുള്ളവരിൽ നീ പ്രസാദിക്കുമെന്ന് പറഞ്ഞല്ലോ. ഈശോയെ, ഞങ്ങളുടെ ആഗ്രഹങ്ങളും ഞങ്ങളുടെ സ്വപ്നങ്ങളും ഞങ്ങളുടെ വേദനകളും നൊമ്പരങ്ങളൊക്കെ അറിയുന്നവൻ അങ്ങാണല്ലോ. അതുകൊണ്ട് തന്നെ ഈശോയെ, നിന്റെ കരുണയിൽ പൂർണ്ണമായിട്ട് ഞങ്ങൾ ആശ്രയിക്കുന്നു. നിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. ഈശോയെ, ലോകമെമ്പാടും ഇരുന്ന് നിന്റെ സ്നേഹവലയത്തിലായിരുന്ന് കാരിസ്മോനോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിരവധിയായ മക്കള്, നിരവധിയായ പ്രശ്നങ്ങളുടെ നടുവിൽ നിന്ന് നിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവര്, ഒരുപക്ഷെ നാളത്തെ പ്രഭാതം കാണോ ഇല്ലയോ എന്നുപോലും അറിയില്ലാത്ത തരത്തിലുള്ള ജീവിതത്തിൻ്റെ സങ്കടങ്ങളുടെയും സംഘർഷങ്ങളുടെയും അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാകാം. പ്രതീക്ഷ അപ്പാടെ നഷ്ടപ്പെട്ടു പോയവര്, പ്രത്യാശ നഷ്ടപ്പെട്ടു പോയ ജീവിതങ്ങള് ഒരുപക്ഷെ ഈ ആരാധനയിൽ പങ്കുചേരുന്നുണ്ടാകാം. ഈശോ അങ്ങ് പറഞ്ഞില്ലേ, അവിടുത്തെ കരുണയിൽ പ്രത്യാശ വയ്ക്കുന്നവരിലാണ് അങ്ങ് പ്രസാദിക്കുന്നതെന്ന്. ഈശോയെ, പ്രത്യാശ നഷ്ടപ്പെട്ടു പോകാതെ പ്രതീക്ഷയോടെ നിന്റെ കരുണയിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുവാൻ, പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലാത്തപ്പോഴും, സ്വപ്നം കാണാൻ ഒന്നുമില്ലാത്തപ്പോഴും ദൈവമേ നിന്നിൽ പ്രത്യാശയർപ്പിക്കുവാൻ, നിന്നിൽ പ്രതീക്ഷ അർപ്പിക്കുവാൻ കർത്താവേ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം
ഇതിൻ്റെ 20 മുതലുള്ള വചനങ്ങളിൽ അബ്രാഹത്തിന് തലമുറകളെ ദൈവം വാഗ്ദാനം ചെയ്തപ്പോൾ അപ്രതീക്ഷിതമായ, അതെ, പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലാത്ത സമയത്താണ് ദൈവം അങ്ങനെ ഒരു വാഗ്ദാനം നൽകുന്നത്. അബ്രാഹാം ചെയ്തെന്നാന്നറിയാവോ? താൻ അനേകം ജനതകളുടെ പിതാവാകുമെന്ന് പ്രതീക്ഷിക്കാൻ സാധ്യതയില്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു എന്നാ വചനം പറയുന്നത്. താൻ അനേകം ജനതകളുടെ പിതാവാകുമെന്ന് റോമ 4:18 പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു. 100 വയസ്സായ തൻ്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നുവെന്നും സാറായുടെ ഉദരം വന്ധ്യമാണെന്നും അറിയാമായിരുന്നിട്ടും അവന്റെ വിശ്വാസം ദുർബലമായില്ല. അതായത് മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് ജനിക്കാൻ വേണ്ട ഒരു സാധ്യതയില്ല. തൻ്റെ ഭാര്യ വന്ധ്യയാണെന്നും തനിക്ക് പ്രായമായെന്നും ഒക്കെ അറിയാമായിരുന്നിട്ടും അബ്രാഹത്തിന്റെ വിശ്വാസം ക്ഷയിച്ചില്ല എന്ന വചനം പറയുന്നേ. അബ്രഹാം പ്രതീക്ഷിച്ചു, ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചു. ഇതാ കർത്താവിന്റെ വചനം വാഗ്ദാനം ചെയ്യുന്നുണ്ടല്ലോ, ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തിന്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്ന ജീവിതത്തിന്റെ മേൽ ദൈവം പ്രസാദിക്കുമെന്ന്. തമ്പുരാനെ, ഇതാ ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. 20 മുതലുള്ള വചനങ്ങളിൽ 4:20 വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിന്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല, മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു എന്നാണ് വചനം പറയുന്നത്. ഈശോയെ, ലോകം മുഴുവനെ ഞങ്ങൾ ചേർത്ത് നിർത്തുന്നു. ആയിരങ്ങൾ ഒരുമിച്ച് ചേർന്ന് നിന്നെ ആരാധിക്കുന്ന സമയമാണ്. നിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. എത്രയോ മക്കൾ ഈ ദിവസങ്ങളിൽ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും കഴിയുന്നവരുണ്ട്. കടബാധ്യതയുടെ നടുവിൽ നട്ടം തിരിയുന്നവരുണ്ട്. ലക്ഷക്കണക്കിന് രൂപ ഈ മാസം അവസാനം അടച്ചു വീട്ടേണ്ട ജീവിതത്തിൻ്റെ അനുഭവത്തിൻ്റെ നടുവിൽ വല്ലാതെ അസ്വസ്ഥരായിരിക്കുന്നവരുണ്ട്. കർത്താവേ, ജീവിതത്തിൽ പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലാത്ത രീതിയിൽ സകല പ്രതീക്ഷകളും സ്വപ്നങ്ങളും തകർന്നുപോയ എത്രയോ മക്കള്, വിവാഹ ജീവിതം ആരംഭിച്ചപ്പോഴേ ദാമ്പത്യം തകർന്നുപോയ അവസ്ഥയിൽ എത്തി നിൽക്കുന്നവര്, പഠനവും ഭാവിയും സ്വപ്നങ്ങളൊക്കെ വല്ലാതെ ഭാരത്തിൻ്റെയും അസ്വസ്ഥതയുടെയും നടുവിലായിരിക്കുന്നവര്. ഈശോയെ, പ്രതീക്ഷിക്കാൻ ഞങ്ങൾക്കൊന്നുമില്ല, സ്വപ്നം കാണാൻ ഞങ്ങളുടെ മുമ്പിൽ ഒന്നുമില്ല. അബ്രാഹത്തെ പോലെ പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലാത്തപ്പോഴും പൂർണ്ണമായ പ്രത്യാശയോടും പ്രതീക്ഷയോടും കൂടി അവൻ ദൈവത്തിൽ വിശ്വസിച്ചു, പ്രത്യാശിച്ചു എന്നാണല്ലോ വചനം പറയുന്നത്. ഈ അബ്രാഹത്തിൻ്റെ ഒരു ധൈര്യം, അബ്രാഹത്തിൻ്റെ വിശ്വാസം, പ്രത്യാശ, പ്രതീക്ഷ ഒക്കെ കർത്താവേ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ രോഗികളായിട്ടുള്ള മക്കൾ ഇതിനകത്തുണ്ട്. ഈ ക്രിസ്മസ് ദിനത്തിൻ്റെ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ വാഗ്ദാനത്തിൻ്റെ നടുവിലും മക്കൾ രോഗിയായി തീർന്നതിൻ്റെ ഭാരം പേറുന്നവര്, ചില മാറാ രോഗങ്ങളുടെയും മരണതുല്യമായ രോഗാവസ്ഥകളുടെ നടുവിൽ വെന്റിലേറ്ററിന്റെ മുമ്പിലും ICUയുടെ മുമ്പിലും ഈ ദിവസങ്ങൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നവര്, ഈശോയെ, സ്വന്തം ജീവിത പങ്കാളിയുടെ ജീവന് വേണ്ടി ദൈവത്തിന്റെ മുമ്പിൽ വിലപേശുന്നവരുണ്ട്. സ്വന്തം മാതാപിതാക്കളുടെ ജീവന് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട്. കർത്താവേ, നീ കരുണയോടെ കാണണമേ. ഈശോയെ, ഇവരുടെ വേദനകളിലേക്ക്, ഇവരുടെ സങ്കടങ്ങളിലേക്കൊക്കെ നിന്റെ സ്നേഹത്തിന്റെ, നിന്റെ കാരുണ്യത്തിന്റെ തലോടൽ സ്പർശനം നൽകണമേ. പ്രതീക്ഷ അറ്റുപോയ എല്ലാ മക്കളിലേക്കും നിന്റെ സ്നേഹം വാഗ്ദാനം ചെയ്യുന്ന പ്രതീക്ഷ നൽകണമേ. റോമ 5:5 അങ്ങ് പറഞ്ഞില്ലേ, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന്. കാരണം ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഈ സ്നേഹം തരുന്ന പ്രതീക്ഷയും പ്രത്യാശയും ഈശോയെ, ഈ ആരാധനയിൽ പങ്കുചേരുന്ന എല്ലാ മക്കളുടെയും ഹൃദയങ്ങളിലേക്ക് നീ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ ഏത് അനുഭവമാകട്ടെ, കടന്നുപോകുന്ന അവസ്ഥകൾ എന്തുമാകട്ടെ, ഈ അവസ്ഥകളുടെ നടുവിലും ജീവിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിലാണ് ജീവിതം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നെന്നുള്ള വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ, പ്രതീക്ഷ നഷ്ടപ്പെടുത്താതെ, പ്രത്യാശ അറ്റുപോകാതെ, കർത്താവിൻ്റെ കാരുണ്യത്തിലും സ്നേഹത്തിലും സമർപ്പിച്ച്
ജീവിതവും കുടുംബവും മക്കളെയും തലമുറകളെയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവേ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. ഇരുകരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളെ, നിങ്ങളുടെ ആശങ്കകളെ, നിങ്ങളുടെ ആകുലതയുടെ വിഷയങ്ങളെല്ലാം ദൈവസന്നിധിയിലേക്ക് ഉയർത്തി, തമ്പുരാനെ നിന്റെ വലത് കരം ഇപ്പോൾ നീട്ടണമേ. നിന്റെ അനുഗ്രഹിക്കുന്ന കരം ഇപ്പോൾ ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ നീട്ടണമേ. ജോലിയില്ലാത്ത മക്കള്, കർത്താവെ വരുമാന മാർഗങ്ങൾ തകർന്നു പോയവര്, യേശുവേ നിന്റെ വലത് കരം നീട്ടണമേ. കുടുംബ ബന്ധങ്ങൾ തകർന്നു പോയവര്, ഈശോയെ നിന്റെ സ്നേഹത്തിൽ പുനഃസ്ഥാപിക്കണമേ. വിശുദ്ധ ജീവിതം നഷ്ടപ്പെട്ടു പോയവര്, പാപത്തിന്റെ ബന്ധനത്തിൽ കഴിയുന്നവര്, വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റാതെ ഭാരപ്പെടുന്നവര്, യേശുവേ നിന്റെ വലത് കരം നീട്ടണമേ. അഭിഷേകം ചെയ്യുന്ന കരം ഇപ്പോൾ ഈ മക്കളുടെ മേൽ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഇതാ ഒരു സമൂഹമായി, ഒരു കുടുംബമായി നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഒരു കുടുംബമായി നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഒരു കുടുംബമായി നിന്റെ കരുണയ്ക്ക് വേണ്ടി കണ്ണുനീരോടെ ഞങ്ങൾ ഇതാ പ്രാർത്ഥിക്കുന്നു. യേശുവേ ഇടപെടണമേ. ഈ മക്കളിലേക്ക് നിന്റെ സ്നേഹം ചൊരിയണമേ. വചനമയച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിദൂരങ്ങളിലായിരിക്കുന്ന മക്കള്, വിദേശ രാജ്യങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങള്, എല്ലാവരുടെ മേലും ഈശോയെ നിന്റെ കരുണ വർഷിക്കണമേ, നിന്റെ കരുണ വർഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. കരങ്ങൾ കൂപ്പി. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ, കരുണ തോന്നണേ, അലിവു തോന്നണേ. ഈശോയെ പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ, പൂർവപാപത്തിൻ ശാപം പേരിടുന്നു ഞാൻ. ഈശോയെ രോഗവും ദുരിതവും നാൾക്കുനാൾ വളരും, ദൈവത്തിൻ ആത്മാവ് എന്നിൽ നിർവീര്യമാ, പാപമെന്നെ പാതാള വഴിയിലെത്തിച്ചു. കരുണ തോന്നണേ, അലിവു തോന്നണേ. ഈ മക്കളോട് കരുണ കാണിക്കണമേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും മുട്ടുമേലായിരുന്ന് ഒരു നിമിഷം തമ്പുരാന്റെ കാരുണ്യത്തിന്, സ്നേഹത്തിന് നന്ദി പറയാം. ദിവ്യകാരുണ്യ ഈശോ നമ്മളെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ്. ആരെയൊക്കെ ഈ നിമിഷം മനസ്സിൽ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? അവരെ കൂടി കർത്താവിൻ്റെ കാരുണ്യത്തിൽ ചേർത്ത് വയ്ക്കാം. നിങ്ങളുടെ മക്കള്, കുടുംബാംഗങ്ങൾ, കുടുംബത്തിൻ്റെ അവസ്ഥകൾ, സാമ്പത്തിക മേഖലകൾ, ജോലി, വരുമാന മാർഗങ്ങൾ, പഠനം, എല്ലാം തമ്പുരാൻ്റെ കാരുണ്യത്തിലേക്ക് സമർപ്പിക്കുക. തടസ്സങ്ങൾ നേരിടുന്ന ഏതെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ആ വിഷയങ്ങളുടെ മീതെ ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് കർത്താവിൻ്റെ കരുണ വർഷിക്കപ്പെടാൻ വിശ്വാസത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. തുറന്ന കരങ്ങൾ ദിവ്യകാരുണ്യത്തിലേക്ക് നീട്ടിപ്പിടിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ
ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന.